Hi everyone, welcome to Aspire Defense Mastermind Defense Academy. So, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രിയാണ് ഇത്. ദാറ്റ് ഇസ് UPSC CDS എക്സാമിനേഷൻ, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ. സോ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ UPSC ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ UPSC CDS എക്സാം നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം, എലിജിബിലിറ്റി സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. UPSC ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ. സോ CDS എക്സാം വർഷത്തിൽ 2 തവണ കണ്ടക്ട് ചെയ്യാറുണ്ട്, ഏപ്രിലും സെപ്റ്റംബറിലും. സോ 2025 രണ്ടാമത്തെ എൻട്രിയുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് നോക്കാം. സോ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് നൽകാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 17th ജൂൺ ആണ്. ഓക്കെ, സോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് UPSC പോർട്ടൽ സന്ദർശിച്ചിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സോ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഓക്കെ, സോ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് upsc.gov.in. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു പോർട്ടൽ UPSC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് upsconline.nic.in. ഓക്കെ, upsconline.nic.in. ഈ പോർട്ടൽ വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് upsconline.nic.in സന്ദർശിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സോ സ്ക്രീനിൽ നിങ്ങൾക്ക് 4 പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അക്കാഡമീസ് കാണാൻ സാധിക്കും. ഓക്കെ, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ, ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല കേരള, ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ എൻട്രിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ പെൺകുട്ടികൾക്ക് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, OT മാത്രമാണ് പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ആൺകുട്ടികൾക്ക് 4 അക്കാഡമികളിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ 2 ബ്രേവ് ലേഡി ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഓക്കെ, സോ കേണൽ സോഫിയ ഖുറേഷി നേരത്തെ കാണിച്ച OTA വഴിയാണ് പാസ് ഔട്ട് ആയത്, ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തത്, കമ്മീഷൻ റാങ്കിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ ജോയിൻ ചെയ്തത്. ഇപ്പം കേണൽ സോഫിയ ഖുറേഷി കേണൽ റാങ്കിലാണ്, ഒരു കമാൻഡിംഗ് ഓഫീസറാണ്. സോ ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് അവസരങ്ങളാണ് OTA ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. സോ മസ്റ്റായിട്ടും ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. സോ ആസ്പയർ ഡിഫൻസ് മാസ്റ്റർമൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ CDS 2025 കോച്ചിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് 7034561234. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്പോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിനി പ്രൊമോഷണൽ ക്രൈറ്റീരിയ നോക്കാം. ആർമി, നേവി, എയർഫോഴ്സിൽ കമ്മീഷൻ റാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആർമിയിലാണെങ്കിൽ ലെഫ്റ്റനന്റ് റാങ്കിലാണ് ജോയിൻ ചെയ്യുന്നത്, നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനന്റ്, എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസർ. വളരെ വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ബിക്കോസ് ഒരു ക്ലാസിക് ഗസ്റ്റഡ് ഓഫീസർ റാങ്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് വേക്കൻസിയിലേക്ക് പോവാം. സോ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലേക്ക് 100 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് 26 വേക്കൻസീസ് ആണ്. എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലേക്ക് 32 വേക്കൻസീസ്. അതുപോലെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ മെയിൽ കാൻഡിഡേറ്റ്സിന് 276 വേക്കൻസീസ് ആണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 19 വേക്കൻസീസ് ആണ്. അങ്ങനെ ടോട്ടൽ 453 വേക്കൻസീസ് ആണ്. ഹ്യൂജ് വേക്കൻസിയാണ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഗേൾസ് ആണെങ്കിൽ OT ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്കിനി ഏജ് ലിമിറ്റിലേക്ക് പോവാം. ഏതൊക്കെ ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? ആദ്യം തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കും ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും. സോ IMAയിലും INAയിലും നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് OTയിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഫോർ IMA ആൻഡ് INA, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ആൻഡ് ഇന്ത്യൻ നേവൽ അക്കാഡമി, അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 2nd July 2002, നോട്ട് ലേറ്റർ ദാൻ 1st July 2007. അതായത് 2nd July 2002 അതുപോലെ 1st July 2007 ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഫോർ എയർഫോഴ്സ് അക്കാഡമിയിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും? ബോൺ നോട്ട് ഏർലിയർ ദാൻ 2nd July 2002 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1st July 2006. ഓക്കെ, 2nd July 2002 അതുപോലെ തന്നെ 1st July 2006 ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമാണ് എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ഫോർ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ. സോ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, so 2nd July 2001 and 1st July 2007. Candidates born between 2nd July 2001 and 1st July 2007 ഇതിനിടയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമാണ് OT ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇതാണ് ഏജ് കാറ്റഗറി. നമുക്ക് ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. ഫോർ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ആൻഡ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്കും ഡിഗ്രി മാത്രം ആവശ്യമുള്ളൂ. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് IMAയിലേക്കും OTയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും.
IMA-ലേക്ക് ബോയ്സിന് മാത്രമാണ്, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. OTA-ലേക്ക് 2 പേർക്ക് അപ്ലൈ ചെയ്യാം, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് IMA-ലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. നെക്സ്റ്റ്, ഇന്ത്യൻ നേവൽ അക്കാഡമി. ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഇവിടെ. ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു BTech ഗ്രാജുവേറ്റ് ആയിരിക്കണം. BTech ഗ്രാജുവേറ്റ്സിന് മാത്രമാണ് ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ഫോർ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് നിങ്ങൾ ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് 10+2 ലെവലിൽ പഠിച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 10+2 ലെവലിൽ ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിരിക്കണം. അതിനുശേഷം ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫൈനൽ ഇയർ ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനും അതുപോലെ ഫൈനൽ സെമസ്റ്ററിലുള്ള കുട്ടികൾക്കൊക്കെ CDS എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോകാം. UPSC CDS എക്സാമിന്റെ ഫസ്റ്റ് UPSC റിട്ടേൺ എക്സാം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടന്ന റിട്ടേൺ എക്സാം ആണ് ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത്. അതിനുശേഷം SSB ഇന്റർവ്യൂ ആണ്, സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ. ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, 5 days ഇന്റർവ്യൂ. നമുക്കറിയാം ആർമി, നേവി, എയർഫോഴ്സിൽ ഓഫീസർ ആവണമെങ്കിൽ നമ്മൾ SSB ഇന്റർവ്യൂ ക്ലിയർ ചെയ്തിരിക്കണം. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് UPSC പബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി നമുക്ക് UPSC CDS എക്സാമിന്റെ എക്സാം പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്യാം. ഫോർ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നേവൽ അക്കാഡമി ആൻഡ് എയർഫോഴ്സ് അക്കാഡമി, ഈ 3 അക്കാഡമികളിലേക്ക് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ്, ജനറൽ നോളജ്, എലിമെന്ററി മാത്തമാറ്റിക്സ്, ഇങ്ങനെ 3 സബ്ജക്ട്സ് ആണ് ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ 120 ക്വസ്റ്റ്യൻസ് ആണ്. ടൈം ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. മാർക്സ്, ടോട്ടൽ മാർക്ക് 100 മാർക്സ് ആണ്. അതുപോലെ ജനറൽ നോളജിൽ നിന്നും 120 ക്വസ്റ്റ്യൻസ് ആണ്. 2 hours തന്നെയാണ് ഡ്യൂറേഷൻ വരുന്നത്. 100 മാർക്സ് തന്നെയാണ്. അഗൈൻ എലിമെന്ററി മാത്തമാറ്റിക്സ് ആണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 100 ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 120 വെച്ചിട്ട് ഇംഗ്ലീഷിലും ജനറൽ നോളജിലും ഉണ്ടായിരുന്നു. പക്ഷേ മാത്തമാറ്റിക്സിന്റെ കേസിൽ 100 ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുന്നത്. അതുപോലെ 2 മണിക്കൂർ തന്നെയാണ് ടൈം ഡ്യൂറേഷൻ. ടോട്ടൽ മാർക്ക് 100. അങ്ങനെ ടോട്ടൽ 300 മാർക്സിലാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കും ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും എയർഫോഴ്സ് അക്കാഡമിയിലേക്കുള്ള എക്സാം നടക്കുന്നത്. ഇനി നമുക്ക് OTA-ലേക്ക് എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. OTA-ലേക്ക് 2 സബ്ജക്ട്സ് മാത്രമാണ് വരുന്നത്. ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമാണ് വരുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. OTA-ൽ മാത്സ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമാണ് അപ്പിയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, IMA, INA, AFL ആണെങ്കിൽ നിങ്ങൾ എലിമെന്ററി മാത്തമാറ്റിക്സ് കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇതാണ് മാത്രമാണ് ഡിഫറൻസ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എക്സാം പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ റെഡിയാണോ CDS എക്സാം വേണ്ടി അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരിക്കലും നിങ്ങൾ എക്സാമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. UPSC ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണ്. പക്ഷേ ഒരു റൈറ്റ് സ്ട്രാറ്റജിയും റൈറ്റ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളുടെ CDS കോച്ചിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 7034561234 എന്നാണ് കോൺടാക്ട് നമ്പർ. ഇപ്പോൾ തന്നെ നിങ്ങളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്പോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അഗൈൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, CDS എക്സാമിന്റെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് 17th June ആണ്. ഓക്കെ, അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് upsconline.nic.in ആണ്. upsc.gov.in അല്ല, upsconline.nic.in അതാണ് വെബ്സൈറ്റ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അവസരം ഉറപ്പാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. UPSC CDS എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളായി നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. CDS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. ജയ് ഹിന്ദ്.